ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ്റെ ഇതുവരെ റിലീസ് ചെയ്ത 4 മലയാളം സിനിമകളിലെ ഏറ്റവും വലിയ തിയേറ്റർ തരംഗമായ തിയേറ്ററിൽ ആവേശമായി മാറിയ വലിയോളം തിയേറ്ററുകളിൽ സൃഷ്ടിച്ച ചില തിയേറ്ററുകളെല്ലാം തന്നെ കുലുക്കിയ ഛോട്ടാ മുംബൈ എന്ന സിനിമ ആ സിനിമയുടെ ആദ്യ വീക്കെൻഡിലെ 3-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അൻവർ റഷീദ് സംവിധാനം ചെയ്ത ലാലേട്ടൻ്റെ കംപ്ലീറ്റ് എന്റർടൈനർ സിനിമയായിട്ട് മാറിയ ഛോട്ടാ മുംബൈ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 1,05,00,000-ലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം 96 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഞായറാഴ്ച ദിവസത്തെ സിനിമയുടെ കളക്ഷൻ ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ന് ഞായറാഴ്ച ഇന്നലെ പെരുന്നാൾ അവധി ദിവസത്തിന് സമാനമായ കേരള ഗ്രോസ് ഉണ്ടാകുമെന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 59 ലക്ഷം ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്ന് 60 ലക്ഷത്തോളം കേരള ഗ്രോസ് അതല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കേരള ഗ്രോസ് നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് കഴിഞ്ഞ മണിക്കൂറിലടക്കം 1000-ലധികം ടിക്കറ്റുകൾ ഛോട്ടാ മുംബൈ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 3 ദിവസങ്ങൾ കൊണ്ട് 1,50,00,000 1,60,00,000 റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. കേരളത്തിന് പുറത്തും ലിമിറ്റഡ് റിലീസോടെ എത്തപ്പെട്ട സിനിമയ്ക്ക് ആകെ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 1,80,00,000 2 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലിമിറ്റഡ് റിലീസ് വെച്ച് വളരെ മികച്ച കേരള ഗ്രോസ് കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നു. മലയാളത്തിൽ അടുത്ത റിലീസ് വിജയ സിനിമ കൂടിയായിട്ട് ലാലേട്ടൻ സിനിമ ഛോട്ടാ മുംബൈ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള കളക്ഷനായിട്ട്.